അതുകൊണ്ട് മോശമാവുകയുള്ളൂ. സമരം കടുപ്പിക്കാനൊരുങ്ങിയ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. കാലാവധി അവസാനിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത്. വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട്. വിനയ, അവസാന നിമിഷവും പ്രതീക്ഷയോടെയാണ് ഇവർ കാത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനാൽ സമരം തുടങ്ങി ഇന്ന് 11 ദിവസം എത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 2 ആരംഭിച്ച സമരമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുകയാണ്, ഏപ്രിൽ 2 ആരംഭിച്ച സമരമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ CPO ഉദ്യോഗാർത്ഥികൾ കല്ലുപ്പിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. ദിനം പ്രതി ഓരോരോ സമരമുറകൾ എടുക്കുകയാണ്. ഓരോരോ സമരമുറകൾ എടുക്കുമ്പോഴും ഒരു തവണയെങ്കിലും സർക്കാർ തങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണം, തങ്ങളുടെ ആവശ്യം എന്താണെന്ന് കേൾക്കണം എന്നൊരു ആവശ്യം മാത്രമാണ് CPO ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും 11 ദിവസമായി ഈ സമരം സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നടക്കുന്നു. എന്നാൽ ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ ഉദ്യോഗാർത്ഥികൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം ഈ CPO ഉദ്യോഗാർത്ഥികളുടെ വിഷയം ചോദിച്ചപ്പോഴടക്കം അടുത്ത ആഴ്ച പ്രതികരിക്കാമെന്നൊരു സാമട്ടിലായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇനി ഈ നിയമന കാലാവധി അവസാനിക്കാൻ 19-ാം തീയതിയാണ് ഈ നിയമന കാലാവധി, ഇവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നിലവിലുള്ളൂ. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇതുവരെയും ഇവരുടെ സമരത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നിരവധിയായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സമര രീതികളായിരുന്നു വിവിധ സമരമുറകൾ തന്നെയായിരുന്നു ഇവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. മൊട്ടിലെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണെങ്കിലും കല്ലുപ്പിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധമാണെങ്കിലും കഴിഞ്ഞ ദിവസം ഭിക്ഷ യാചിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർഗങ്ങളടക്കം തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ദിനം പ്രതി കൂടുമ്പോഴും സമരമാർഗങ്ങൾ കൂടുകയാണ്. സമരത്തിന്റെ അല്ലെങ്കിൽ സമരമുറകൾ മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ അടക്കം തന്നെ സാധിക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും ഒരു നടപടിയൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതിനെതിരെ തന്നെയാണ് ഈ പ്രതിഷേധമായി ഈ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. കല്ലുപ്പിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം അടക്കം ഇവരോട് സംസാരിച്ചപ്പോഴടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനിയെങ്കിലും സർക്കാർ തങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നൊരു ആവശ്യം മാത്രമാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ ഇന്ന് 30% താഴെ പേരെ മാത്രമാണ് ഇതുവരെ നിയമിച്ചിട്ടുള്ളത്. ബാക്കി നിരവധി ആളുകളാണ്, നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഉള്ളത്. ഉയർന്ന കട്ടോഫും ശാരീരിക ക്ഷമത പരീക്ഷയും അടക്കം പൂർത്തിയാക്കി ലിസ്റ്റിൽ പ്രവേശിച്ച ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ഈ പ്രതിഷേധമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാലും ഈ പ്രതിഷേധം കടുപ്പിക്കുക തന്നെയാണ് CPO ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത്രത്തോളം കഷ്ടപ്പാട് നടത്തിയിട്ടും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രതിഷേധ മുറകൾ സ്വീകരിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പ്രതിഷേധം ശക്തമാക്കുകയാണ്. കല്ലുപ്പിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധം സ്വയം വേദനിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത്. ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. ഇല്ല, നമ്മളെ ചർച്ചയിൽ ആരും വിളിച്ചിട്ടില്ല. നമ്മുടെ പ്രതിഷേധമാണ് നമ്മളിപ്പോ നിങ്ങളുടെ കാണുന്നത്. ഓരോ ദിവസവും പുതിയ സമരമുറകൾ സ്വീകരിക്കുകയാണ്. ഇതുവരെയും ഇനി കാലാവധി അവസാനിക്കാൻ ദിനങ്ങൾ മാത്രം, കയ്യിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രമാണുള്ളത്. ഇന്ന് പോലും അല്ലെങ്കിൽ ഇനി സർക്കാർ ഇതിനൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിലും ഇതേപോലെ കടുത്ത പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കടുത്ത പ്രതിഷേധം മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് ഓരോ ദിവസവും കൂടുന്തോറും ഇവരുടെ പ്രതിഷേധ മാർഗങ്ങൾ മാറുകയാണ്, പ്രതിഷേധ രീതികൾ മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും ദിവസമായി ഏപ്രിൽ 2 ആരംഭിച്ച പ്രതിഷേധം സമരമാണ്. ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഒന്നും തന്നെ ഉണ്ടാവാത്തൊരു സാഹചര്യമാണ്. സ്വയം വേദനിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർഗങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അടക്കം. ഇനി കാലാവധി അവസാനിക്കാൻ ദിനങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. സർക്കാർ ഇടപെടും, അല്ലെങ്കിൽ സർക്കാരുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ ലിസ്റ്റിന്റെ അവസാനങ്ങളിലാണ് നല്ല വേക്കൻസികൾ വന്നത്. ഞങ്ങളും ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആവശ്യമാണ്, ഓരോരുത്തർക്കും വളരെയധികം ആവശ്യമാണ് ഈ ജോലി. നല്ല പ്രതീക്ഷയുണ്ട്.
കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം നിങ്ങളുടെ കാര്യം ചോദിച്ചപ്പോഴും അടുത്ത ആഴ്ച പ്രതികരിക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച പറയാമെന്നാണ് പറഞ്ഞത്. അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ കാലാവധി അവസാനിക്കുന്ന ദിവസമായി അതൊരു സാമട്ടിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നല്ല അതിലൂടെ അർത്ഥമാക്കേണ്ടത്. ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. ഇനിയുള്ള വർക്കിംഗ് ഡേയ്സ് 2 എണ്ണമേ ഉള്ളൂ. പക്ഷെ അതിലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നുവെന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നു. ഓരോ ദിവസം കൂടുന്തോറും പ്രതിഷേധ രീതികൾ മാറുകയാണ്. നിരവധി പേർ തളർന്നു വീഴുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. പലർക്കും കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോഴടക്കം തന്നെ വ്യക്തമാക്കിയത് പലർക്കും ഈ മാനസിക സമ്മർദ്ദം കൂടെ ഉണ്ട് എന്നടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഫിസിക്കലി ആൻഡ് മെന്റലി പലരും ഓക്കെ അല്ല. പലർക്കും യൂറിനറി ഇൻഫെക്ഷൻ, BP വേരിയേഷൻ ഒക്കെ ഉണ്ട്. എങ്കിലും ഈ ഒരു സ്വപ്നത്തിനായിട്ട് തന്നെയാണ് പലരും വീട്ടിൽ നിന്ന് പോലും വിളിച്ചിട്ട് പോവാതെ ഇവിടെ നിൽക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു തന്നെയാണ് പ്രതീക്ഷ. കാക്കി എന്നുള്ളൊരു സ്വപ്നം കൊണ്ടാണ് ഇത്രയും ദിവസമായി ഇവർ ഇവിടെ ഈ സമരമുഖത്തിരിക്കുന്നത്. പ്രതിഷേധമായി നടന്നു വരുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ചെറുപ്പം മുതൽ കാക്കി എന്ന സ്വപ്നമാണ് കണ്ടത്. ആ കാക്കി എന്ന സ്വപ്നത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ 11 ദിവസമായി CPO ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നത്, പ്രതിഷേധം ചെയ്യുന്നത്, കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നതും ഓരോ ദിവസം കൂടുമ്പോഴും പ്രതിഷേധ മാർഗങ്ങൾ മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സ്വയം വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇവർ കടക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 11 ദിവസമായും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഓരോ ദിനം കൂടുന്തോറും അല്ലെങ്കിൽ ഓരോ ദിവസം മാറുന്തോറും ഇവരുടെ പ്രതിഷേധ രീതികൾ മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആതിര. ശരി വിനയ, CPO ഉദ്യോഗാർത്ഥികൾ സമരം കടുപ്പിച്ചിരിക്കുകയാണ്. കല്ലുപ്പിൽ ഒറ്റക്കാലിൽ നിന്ന് സമരം ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് CPO ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ രാജ്. ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനം എടുക്കണം. തീരുമാനം വൈകിയാൽ അതിന് വ്യക്തമായ കാരണം സംസ്ഥാനങ്ങളെ അറിയിക്കണമെന്നും കോടതി. സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. കോടതിയുടേത് അതിരുകടന്ന നടപടി. ഭരണഘടനാ ഭേദഗതി 2 ജഡ്ജിമാരാണോ തീരുമാനിക്കുന്നതെന്നും അർലേക്കർ. മാസപ്പടി കേസിലും PM ശ്രീ